എല്ലാവർക്കും നല്ല നമസ്കാരം. അനുദിനം അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഏത് ലക്ഷ്യസ്ഥാനത്തേക്കാണോ വാഹനം ഓടിച്ച് പോകുന്നത്, നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന പാതകൾ, അതായത് നമ്മൾ ടോൾ കൊടുത്ത് പോകുന്ന പാതകൾ, 150, 200, 300 ഒരു സൈഡ് ടോൾ കൊടുത്ത് പോകുന്ന നമ്മുടെ പാതകൾ, നമ്മുടെ സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, ജില്ലാ പാതകൾ, പിന്നെ എന്നിട്ട് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പാതകൾ, ഇതൊക്കെ തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് വലിയ ദുരന്തങ്ങൾ വാപൊളിച്ച് നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ചെന്ന് വീഴാൻ പോകുന്നത് വലിയ ദുരന്തങ്ങളിലേക്കായിരിക്കും. ഇപ്പോൾ ഇന്നലെ കാലത്ത് സംഭവിച്ച അത്തരത്തിലുള്ള ഒരു സംഭവമാണ്. ഒരു 30 വയസ്സുള്ള വീട്ടമ്മയും 6 വയസ്സുകാരൻ മകനും ഒരുമിച്ച് ആക്റ്റീവയിൽ പോകുന്നു. ചിറ്റിശ്ശേരി കാവിൽ വീട്ടിൽ റിജോ ഭാര്യ ബ്ലെറ്റി 30 വയസ്സെന്ന വീട്ടമ്മ സ്വന്തം വീടായിട്ടുള്ള തുമ്പരശ്ശേരിയിൽ വന്നിട്ട് തുമ്പരശ്ശേരിയിൽ വന്നിട്ട് അവിടെ നിന്നും പാലിയേക്കരയിലേക്ക് പോവുകയായിരുന്നു. കൊടകര കൃഷ്ണൻകോട്ട സംസ്ഥാന പാതയിൽ പൊമ്പിടി ആളൂർ റോഡ്, അവിടെ പറമ്പി റോഡിൽ വലിയ കനാൽ എന്ന് പറയുന്നൊരു കനാലുണ്ട്. അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്, ഒരു 15 അടി എങ്കിലും താഴ്ചയുണ്ട്. അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ കഴിഞ്ഞപ്പോൾ ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ആക്റ്റീവ സ്കൂട്ടർ, വീട്ടമ്മ സഞ്ചരിച്ചിരുന്ന ആക്റ്റീവ സ്കൂട്ടർ തൊട്ട് താഴേക്ക് ഇറക്കായിരുന്നു. നേരെ ഈ 15 അടി താഴ്ചയിലുള്ള കനാലിലേക്ക് പോയി വീഴാ ചെയ്തത്. അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു സ്ലോപ്പ് ഉണ്ട്. ഈ ആളൊരു ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ പാലത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴ്ത്തിക്ക് ഇറക്കി കഴിഞ്ഞൊരു സ്ലോപ്പാണ്. അത് നോക്കിയെടുത്തില്ലെങ്കിൽ ഈ സ്ലോപ്പിലൂടെ വാഹനം കനാലിലേക്ക് വീഴും. ഇതേപോലെ 1.5 കൊല്ലം മുന്നേ 2 പെൺകുട്ടികൾക്ക് അപകടം സംഭവിച്ചിട്ടുള്ളതാണ്. അപകടം സംഭവിച്ചു, നമ്മളിപ്പോൾ ആൾ ചത്താൽ എന്താ കുഴപ്പം, നമ്മുടെ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇത് ഇറിഗേഷൻ്റെ കനാലാണ്. അവിടെ ബാരിക്കേഡില്ല എന്നുള്ളത് അവിടുത്തെ ആളുകൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന സംഭവമാണ്. ബാരിക്കേഡില്ല. ഇറിഗേഷൻ ആണെങ്കിൽ ഇറിഗേഷൻ്റെ അവസ്ഥ അറിയാമല്ലോ, അവരോട് പറഞ്ഞ് എന്തെങ്കിലും കാര്യം സംസാരിച്ച് അവരുടെ ഫണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ ഇങ്ങനെ കണ്ണടച്ച് അതുമായി ബന്ധപ്പെട്ട് ധ്യാനാത്മകമായ രീതിയിലായിരുന്നു. ഏത് സംവിധാനമായാലും റോഡ് എന്ന് പറയുമ്പോൾ PWD സംവിധാനം, ഈ റോഡ് പണിയുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു അപകടം, ഇങ്ങനെ ഒരു സാധ്യത അത് മുൻനിർത്തി വേണമെങ്കിൽ അവിടെ മറ്റ് സംവിധാനങ്ങൾക്ക് ഒരു ബാരിക്കേഡോ മറ്റു സംവിധാനം അവിടെ ഏർപ്പെടുത്താം, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ ഈ സർക്കാർ സംവിധാനങ്ങളുടെ രീതി എങ്ങനെയാണ്? നമ്മുടെ സ്റ്റേഷൻ അതിർത്തി അല്ലേ, കുത്തി വീട് ബോഡി അടുത്തതിലേക്ക് പോക്കോട്ടെ എന്ന് പറയുന്നൊരു രീതിയാണ് അവിടെ. ഒരുപക്ഷെ ഇന്നലെ കാലത്ത് ഈ 30 വയസ്സുകാരി ബ്ലെറ്റി എന്ന് പറയുന്ന വീട്ടമ്മയും 6 വയസ്സുകാരൻ നിഷാനും വലിയ ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. നേരെ നിങ്ങൾ ആക്റ്റീവ ആണ്, നേരെ വന്ന് ഇടിച്ചു വീഴായിരുന്നു. ആക്റ്റീവയുടെ മുൻഭാഗം മുഴുവൻ തകർന്നുപോയി. ആ പയ്യന് ശസ്ത്രക്രിയ കഴിഞ്ഞ് രാജഗിരി ഹോസ്പിറ്റലാണ്, ഇപ്പോൾ ചികിത്സയിലാണ് ഈ ഇഷാനിന്. ബ്ലെറ്റി വീട്ടമ്മയ്ക്കാണെങ്കിൽ 2 ഒടിച്ചിട്ട് കൈ അവിടെ തന്നെ ഒടിഞ്ഞു. അതുകൂടാണ്ട് ആന്തരിക രക്തസ്രാവമുണ്ട്. ഒരുപക്ഷെ ഈ വാരിയിൽ ഒടിഞ്ഞ് എവിടെയെങ്കിലും കയറിയതാണോ എന്ന് സംശയമുണ്ട്. രാജഗിരി ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. വലിയ ദുരന്തത്തിലാണ് രക്ഷപ്പെട്ടത്. എനിക്ക് പറയാനുള്ളത്, ഇറിഗേഷൻ ഇനിയും മറ്റേ സോമൻ പറഞ്ഞ ഇറവറൻസോ ആ ലെവലിലൊക്കെ നിൽക്കുമായിരിക്കും. പക്ഷേ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ, ആളൂർ ഗ്രാമപഞ്ചായത്ത് ഈ വിഷയത്തിൽ ഒട്ടനടി ഇടപെടണം. ഇനി അടുത്ത പെൺകുട്ടിയോ അവിടെ അടുത്ത വീട്ടമ്മയോ അതിലേക്ക് വീഴാൻ പാടില്ല. സ്വാഭാവികമായിട്ട് വീട്ടമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പരിധിവരെ ടെൻഷനിലായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, റോഡും കാര്യങ്ങളും അങ്ങനെയാണല്ലോ. വാർത്തകൾ മുഴുവൻ കേൾക്കുന്നതല്ലേ, എവിടെയാണ് സ്ലാബ് ഓടിക്കുക, ആകാശത്ത് നിന്ന് എപ്പോഴാണ് സ്ലാബ് വീഴാന്നുള്ള ചിന്തയിലായിരിക്കും. അതുകൊണ്ടാണ് പേടിക്കണേ. അപ്പോൾ ഈ പോണ സമയത്ത് ചിലപ്പോൾ ഈ ആക്സിലേറ്റർ ഒന്ന് പിടിച്ചിട്ടായിരിക്കും പേടി കൂടി വന്നാൽ അത് ഇങ്ങനെ കണ്ണു മുറിച്ചിരിക്കും. എന്തായിരുന്നാലും ഈ പറമ്പി റോഡിലുള്ള ഈ പറയുന്ന കനാലിൻ്റെ സൈഡിൽ അവിടെ ബാരിക്കേഡ് വളരെ അത്യാവശ്യമാണ്. ആളൂർ പഞ്ചായത്ത് സംവിധാന വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. അടിയന്തരമായിട്ട്. ഞാൻ ഇന്നലെ അവിടുത്തെ വാർഡ് മെമ്പർ ബൈജു എന്ന് പറയുന്ന വാർഡ് മെമ്പറെ കണ്ടിരുന്നു. അദ്ദേഹം ഈ വിഷയം വളരെ ശ്രദ്ധയപ്പെടുത്താനാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ബൈജു മെമ്പർ ഇനി അടുത്ത നിങ്ങളുടെ വാർഡിൽ ഈ കനാലിലേക്ക് അടുത്ത ആൾ പോകരുത്, അടുത്ത ഒരു വീട്ടമ്മയും ഇതുകൂടി പോകരുത്. ഇത് തന്നെ രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യത്തിലാണ്. നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കനാലിക്കൂടെ വെള്ളം ഒഴുകി പോയാൽ മതി. കനാലിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എത്രയോ വട്ടം അറിയിച്ചിട്ട് ഒരു വന്നറിയോ, മരങ്ങൾ നിൽക്കുന്നുണ്ട്, വീഴാറായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിരന്തരം പറഞ്ഞ് അവസാനം അത് വീഴണം, വീടുമേലേക്ക് വീഴണം, അതിന് പോസ്റ്റ് ഒടിയണം, അപ്പോഴാണ് സംഗതികളിലേക്ക് വരാം എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ സംഭവം. ഇതിൽ പ്രത്യേകിച്ച് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യം ഫണ്ടിനാവില്ല. ബാരിക്കേഡ് വെക്കാനായിട്ടുള്ള ഒരു സംവിധാനം തദ്ദേശ ഭരണ സംഗതികളും ഏർപ്പെടണം. ഈ പറമ്പി റോഡിലുള്ള ഈ കനാലിലേക്ക് ഇനി അടുത്ത വീട്ടമ്മയും കൊച്ചും അല്ലെങ്കിൽ ആരായിരുന്നാലും പോകാൻ പറ്റുന്ന രീതിയിലേക്ക് സംഗതി ചെയ്യണം. ഇന്നലെ തന്നെ അവിടെ നാട്ടുകാരെല്ലാവരും ചേർന്നാണ് അവരെ പുറത്തേക്ക് മാറ്റിയത്. ഫയർഫോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ അധികാരികളെ ശ്രദ്ധയപ്പെടുത്തുക. ആൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ കുത്തിരുന്ന് ചർച്ച ചെയ്യാൻ പോയിട്ട് കാര്യമില്ലല്ലോ. അതിക്ക് മുന്നല്ലേ വെച്ചിട്ട് പോകുന്നത് കുടുംബങ്ങൾക്കായിരിക്കേ. സ്ലാബ് വീണും സ്ലാബ് ഒടിഞ്ഞും ഒക്കെ അല്ലെങ്കിൽ കനാലിലേക്ക് വീണും ഒക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ നഷ്ടപ്പെടുന്നത് ഓരോ കുടുംബത്തിനും തന്നെയാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് ഇപ്പോൾ എന്ത് തേങ്ങ, പുതിയ ആധുനിക വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക, ഇലക്ഷനായി അങ്ങനെയുള്ള പരിപാടികളിലേക്ക് നീങ്ങാനായിരിക്കും അവർക്ക് കൂടുതൽ വെമ്പൽ. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ ആളൂർ പഞ്ചായത്ത് ഒട്ടനടി ഇടപെടുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.